ജനവാസ കേന്ദ്രത്തിന് നടുവിൽ ആരംഭിക്കുന്ന കള്ളുഷാപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. വാരപ്പട്ടി പഞ്ചായത്തിലെ മൈലൂർ തടത്തിലാണ് കള്ളുഷാപ്പ് ആരംഭിക്കുന്നത്. ഷാപ്പ് തുറന്നു പ്രവർത്തിച്ചാൽ ഇവിടെയുള്ളവരുടെ സ്വൈര്യജീവിതം തകരുമെന്നും ഇതര സംസ്ഥാന തൊഴിലാളികൾ പതിവായി എത്തുന്നത് അക്രമ സംഭവങ്ങൾക്ക് വഴിവെക്കുമെന്നും നാട്ടുകാർ പറയുന്നു. വാരപ്പട്ടി പഞ്ചായത്തിലെ 7-ാം വാർഡ് മൈലൂർ തടത്തിലാണ് കള്ളുഷാപ്പിനെതിരെ നാട്ടുകാർ പരാതിയുമായി എത്തിയിരിക്കുന്നത്. ജനവാസ കേന്ദ്രത്തിന് നടുവിൽ കള്ളുഷാപ്പ് ആരംഭിക്കുന്നത് പ്രദേശവാസികളുടെ സ്വൈര്യജീവിതം തകർക്കുമെന്നും അക്രമ സംഭവങ്ങൾക്കുൾപ്പെടെ സാധ്യതയുണ്ടെന്നുമുള്ള കാരണങ്ങളാണ് ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഭാഗത്ത് നിരവധി വ്യവസായ സ്ഥാപനങ്ങളും ഇവിടങ്ങളിൽ ജോലിക്കായി ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളുമുണ്ട്. കള്ളുഷാപ്പ് പ്രവർത്തനം ആരംഭിച്ചാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളമായി ഇവിടെ എത്തുകയും സ്വൈര്യജീവിതം തകരുമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. പല വീടുകളിലും പകൽ സമയങ്ങളിൽ സ്ത്രീകളും കുട്ടികളും മാത്രമാണുള്ളത്. മാത്രവുമല്ല, അനധികൃതമായാണ് ഷാപ്പ് ആരംഭിച്ചിരിക്കുന്നതെന്നും പഞ്ചായത്ത് അടക്കമുള്ള കേന്ദ്രങ്ങളിൽ നിന്നും മതിയായ രേഖകൾ ഇവർക്ക് ലഭിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. നിലവിൽ രാത്രികാലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ചുറ്റുപാടുള്ള എല്ലാവരുടെയും മക്കളും കാര്യങ്ങളൊക്കെ പുറത്താണ്. നമ്മുടെ നാട്ടില് ഇപ്പൊ പുറത്തുള്ള ആൾക്കാരൊക്കെ CCTV നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് നമ്മുടെ ചുറ്റുപാടുള്ള വീടുകളിൽ ഭായിമാര് കയറി നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. ഇത് ഭയങ്കര പ്രശ്നങ്ങളും കാരണം പിള്ളേരും കാര്യങ്ങളും ഒരുപാട് ഇവിടെ ഉണ്ട്. ഫുൾ വീട്ടിലെ കുഞ്ഞു പിള്ളേര് പ്രായമായവരാണ്. ഭായിമാരെ കേന്ദ്രമാണ്. ഇതിവിടെ ഷാപ്പ് വന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? ഞങ്ങൾ എല്ലാവരും ജോലിക്ക് പോകണവരാ. ഈ പിള്ളേരെ ഇവരെയൊക്കെ ഇവിടെ ഇട്ടിട്ട് വേണമല്ലോ ഞങ്ങൾക്ക് ജോലിക്ക് പോവാൻ. ഓരോ സ്ഥലത്ത് ഓരോന്ന് കേൾക്കുന്നത് കാണാൻ പാടില്ലേ? അതേസമയം ഷാപ്പ് ആരംഭിക്കുന്നതിനായി അനുവാദം നൽകിയിട്ടില്ലെന്നും മറിച്ച് ആളുകൾക്ക് താമസിക്കുന്നതിന് മാത്രമാണ് കെട്ടിടം വാടകയ്ക്ക് നൽകിയിട്ടുള്ളതെന്നും തന്റെ അനുവാദമില്ലാതെയാണ് ഷാപ്പ് ആരംഭിച്ചിരിക്കുന്നത് എന്നും കെട്ടിടമുടമ അയ്യപ്പൻ പറയുന്നു. മല്ലായിട്ടൊന്നും കയറിയിട്ടില്ല. മല്ലായിട്ട് എന്നോട് അറിയിക്കണ്ട്. ഇവർക്ക് കള്ളിനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. താമസത്തിനാണ് പറഞ്ഞിട്ടുണ്ട്. ഇത്ര പറഞ്ഞിട്ടുണ്ട്. അത് താമസിക്കാൻ വന്നതിൻ്റെ ഒരു 8 വർഷം മുന്നും ഒന്ന് വിവരം പറയുകയും ചെയ്യാം എന്നും പറഞ്ഞു. എന്നാൽ അനധികൃതമായി തങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്നും കെട്ടിടമുടമയുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ടെന്നും നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്നാണ് കെട്ടിടമുടമ നിലപാട് മാറ്റിയതെന്നും ഷാപ്പിന്റെ കരാറുകാരൻ പറയുന്നു. വലിപ്പനായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് വലിപ്പം പറഞ്ഞത്, എനിക്ക് അങ്ങനെ വാടകയ്ക്ക് തന്നെ എനിക്ക് 5000 രൂപ വേണം, 2 മാസം അഡ്വാൻസ് കൊടുക്കുന്നു. നമ്മൾ വലിപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് തീരെ കച്ചവടം കുറവാണ്. ഒരു നാട്ടിലും കച്ചവടവും ഇല്ല. ഇപ്പോൾ കച്ചവടം ആവുന്നതനുസരിച്ച് ഞാൻ കൂട്ടിത്തരാം, റെൻറ്റ് കൂട്ടിത്തരാം. ഇപ്പോൾ ഒരു 3000 രൂപ തരാമെന്ന് ഞാൻ പറയുകയാണ്. അപ്പം വലിപ്പം പറഞ്ഞു അത് പോരാ, എനിക്ക് 4000 രൂപ ഇടണമെന്ന്. അങ്ങനെ പറഞ്ഞ് സമ്മതിച്ചാണ് പിറ്റേ ദിവസം ഒരു അഗ്രിമെൻ്റ് ഒപ്പിടിക്കുന്നത്. അന്നേരം ആ ചേച്ചി വീട്ടിലുണ്ട്. ആധാർ കാർഡ് ഇതിൻ്റെ റെക്കോർഡുകളൊക്കെ മേടിച്ചത് ആ ചേച്ചി വിടാം. ആ ചേച്ചി എടുത്തത് വലിപ്പിന് പ്രായമില്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. ഏതെല്ലാം കേന്ദ്രങ്ങളിൽ നിന്നും അനുമതി ലഭിച്ചാലും ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് ഭീഷണിയാകുന്ന ഷാപ്പ് തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാരുള്ളത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.